ഇന്ന് നമുക്ക് വാഴയിലയിൽ ഒരു മീൻ അങ്ങ് പൊരിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ കുക്കിംഗ് വീഡിയോ ഒന്നല്ല, ക്രാഫ്റ്റ് വീഡിയോ തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് ഒരു മീൻ പൊരിച്ചത് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ക്ലേ ആണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമുക്ക് ഹോം മെയ്ഡ് ക്ലേ ചെയ്യാനായിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഞാൻ ചെയ്തു വെച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ എന്തോ 2 മാസത്തോളമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് കേടുവരാതെ സൂക്ഷിക്കേണ്ടതെന്നൊക്കെ ആ ഒരു വീഡിയോയിലായിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും നാളായതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ലൂസായ ഒരു കൺസിസ്റ്റൻസിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലായിട്ട് നമ്മൾ കുറച്ച് മൈദയും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ എയർ ഡ്രൈ ക്ലേ ഒക്കെയാണ് എടുക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയതായാലും നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഹോം മെയ്ഡായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ കാണാത്തവർ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വാഴയില ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ക്ലേ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് വാഴയിലയുടെ ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. പിന്നെ അത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ കുറച്ച് പൗഡർ ഒന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു ക്ലേ വെച്ചിട്ട് ആവശ്യമുള്ള ഷേപ്പിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു വാഴയിലയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കറിയാം, നമ്മൾ വാഴയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ വെയിൻസ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫോർസെപ്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ ക്ലേ മോഡലിംഗ് ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് 2 സൈഡിലും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം നമുക്കൊരു വാഴയില പോലെ തോന്നുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ മീനുണ്ടല്ലോ, നമുക്ക് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ക്ലേ എടുക്കാം. അപ്പോൾ അത്രയും ആവശ്യമില്ല. അതിൽ നിന്ന് ഞാൻ ഇതുപോലെ കുറച്ചുകൂടി ഒന്ന് മാറ്റിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു മീനിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. പിന്നെ മീനിൻ്റെ വാലെന്ന് പറയുമ്പോൾ കുറച്ചിങ്ങനെ കൂർത്തായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർസെപ്സ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മീനിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്തു വരുമ്പോൾ ഏതെങ്കിലും ഒരു മീനിൻ്റെ ഷേപ്പിലായി വന്നോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് നമ്മളൊരു ചെറിയ കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മീനൊക്കെ വെട്ടുമ്പോൾ അവിടെ ആയിട്ട് ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലേ വെച്ചിട്ട് തന്നെ നമ്മൾ കണ്ണൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ആ ഫോർസെപ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കി കഴിയുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാറില്ലേ, മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ചെറിയ മുള്ളുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെ തോന്നാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോർസെപ്സ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ വാഴയിലയും അതിൽ വയ്ക്കാനായിട്ടുള്ള മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു മീനിൻ്റെ മുള്ളുണ്ടല്ലോ, അത് ഞാൻ വെച്ച് കൊടുത്തത് അത്ര അങ്ങോട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു പഴയൊരു ഫയലിൻ്റെ പുറത്തേക്ക് അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി
അടുത്തതായിട്ടേ നമ്മുടെ മീൻ പൊരിച്ചതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും അതുപോലെ ബേബി ടൊമാറ്റോസും മല്ലിയിലേക്ക് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് സവാള റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ അതൊന്ന് ചുറ്റിയെടുത്താൽ മതി. അങ്ങനെ ഒരു 4-5 പീസ് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സവാളയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തക്കാളി വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ക്ലേ എടുക്കുക, എന്നിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. പിന്നെ നമ്മൾ വലിയ തക്കാളിയല്ല, ബേബി ടൊമാറ്റോസ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ അതിനൊരു തണ്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തണ്ടല്ല, നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ക്ലേ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഞാനൊരു 2 തക്കാളിയാണ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ അതിലായിട്ടും നമ്മൾ ഫോർസെപ്സ് വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണം പകുതി മുറിച്ച് വെച്ച ഒരു തക്കാളിയുടെ രീതിയിൽ തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കറിയാം ഈ മുറിച്ച് വെച്ച തക്കാളി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോർസെപ്സ് തന്നെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മീൻ പൊരിച്ചതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലേക്ക് വേണം. അപ്പോൾ അതും ആ ഒരു ക്ലേ വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കുറച്ചെടുത്തിട്ട് ആ ഒരു ഇലയുടെ ഷേപ്പിലാക്കി എടുത്താൽ മതി. പക്ഷേ ആ ഒരു മല്ലിയില വെച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അത് ഒട്ടിച്ച് കൊടുക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇലയൊക്കെ നോക്കുമ്പോൾ അതിലായിട്ട് ചെറിയ വെയിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വാഴയിലയും മീനും പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മല്ലിയിലയും സവാളയും ആ ഒരു ബേബി ടൊമാറ്റോസും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് മാത്രമേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ വെയിലത്തൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് അതിനൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വാഴയിലയാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഗ്രീൻ കളർ എക്രൈലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതുപോലെ ഗ്രീൻ കളർ പെയിൻറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ലെമൺ യെല്ലോ കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വാഴയിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ചെറിയൊരു യെല്ലോ ഷെയ്ഡ് പോലെയൊക്കെ തോന്നും. അപ്പോൾ ആ ഒരു രീതിയിൽ തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതുകൂടി അടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ വാഴയിൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പെയിൻറ്റൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ, അത് ഈ ഒരു വാഴയിലയിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെച്ച് കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വയ്ക്കുക. വേണമെന്നുണ്ടെങ്കിൽ നേരെ വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചരിച്ചൊക്കെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മീനിൻ്റെ പുറകിലായിട്ട് കുറച്ച് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വാഴയിലയിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബ്രൗൺ കളർ എക്രൈലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് മെറ്റാലിക് കോപ്പർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതേ ബ്രൗൺ കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് മെറ്റാലിക് കോപ്പർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ വരഞ്ഞു കൊടുത്തിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ആ ഒരു മെറ്റാലിക് കോപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലാക്ക് കളർ ഇക്രൈലിക് പെയിൻറ്റ് വെച്ചിട്ട് ആ ഒരു കണ്ണിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തക്കാളിയും പിന്നെന്താ നമ്മുടെ മല്ലിയിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ സൈഡിലായിട്ട് നമ്മുടെ സവാളയൊക്കെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് സൈഡിലായിട്ട് തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു മുറിച്ച് വെച്ച അല്ലെങ്കിൽ പകുതിയായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, അത് ഇപ്പുറത്തെ സൈഡിലായിട്ടും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു സവാളയാണ് കേട്ടോ കളർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റെഡും ബ്ലൂവും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലായിട്ട് കുറച്ച് വൈറ്റ് കളർ ഇക്രൈലിക് പെയിൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പർപ്പിൾ കളറാണ് ആക്കി എടുത്തിട്ടുള്ളത്. ആദ്യം അടിച്ചു കൊടുത്തത് എനിക്ക് അത്ര ഒരു പെർഫെക്റ്റ് കളറായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ നമ്മൾ വൈറ്റ് കളറൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ആ ഒരു പർപ്പിൾ കളർ അടിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ സവാളയൊക്കെ അരിഞ്ഞു വയ്ക്കുമ്പോൾ ചെറുതായിട്ടൊരു പർപ്പിൾ കളറും പിന്നെ ഒരു വൈറ്റ് കളറൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തോന്നാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ ഇക്രൈലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മുടെ തക്കാളിയാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡ് കളർ ഇക്രൈലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പകുതി മുറിച്ച് വെച്ച തക്കാളി ഉണ്ടല്ലോ, അതിലായിട്ട് ആദ്യം കംപ്ലീറ്റ് റെഡ് കളർ ഇക്രൈലിക് പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ അവിടെ ആയിട്ട് ആ ഒരു സീഡിൻ്റെ രീതിയിലൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് ലെമൺ യെല്ലോ കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് നമ്മുടെ മല്ലിയിലയിലായിട്ട് ഗ്രീൻ കളർ ഇക്രൈലിക് പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു വാഴയിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുത്തില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് മുകളിലായിട്ട് നമ്മൾ ലെമൺ യെല്ലോ കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ തക്കാളിയുടെ തണ്ടുണ്ടല്ലോ, അവിടെയും കൂടി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ ഇക്രൈലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുകൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ അടിപൊളി മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല, എന്നാലും ഒരു മീൻ പൊരിച്ചതിൻ്റെ രീതിയിൽ തോന്നുന്നുണ്ടെന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞ് ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.